പപ്പ എനിക്ക് ഈ കാറിന്റെ ഷെൽഫ് അടിച്ചു തരൂ. ഇതിന്റെ ഹോട്ട് വീൽസിന് അല്ലേ? സ്റ്റാൻഡ് ഷെൽഫ് വേണം അല്ലേ? ഷെൽഫ് ഇതെല്ലാം നിരത്തി വെക്കാൻ വേണ്ടി. എത്ര എണ്ണം ഉണ്ട് ഇതുപോലത്തെ? ഇതേപോലത്തെ 14 എണ്ണമോ അല്ലെങ്കിൽ 15 എണ്ണമൊക്കെ ഉണ്ട്. 10-15 എണ്ണം ഉണ്ടല്ലേ? അപ്പൊ ഇത് വെക്കാൻ വേണ്ടി ചുമരിലൊരു ഷെൽഫ് ഉണ്ടാകും. അപ്പൊ നമ്മള് ജോമോന് വേണ്ടി ഈ കാറിന് ഷെൽഫ് ഉണ്ടാക്കുകയാണ്. അപ്പൊ ഒരു 5-6 വരി ഇങ്ങനെ നിരത്തി വെക്കാൻ വേണ്ടി ഒരു 5-6 തട്ട് ഒരു ഷെൽഫ് ഉണ്ടാക്കി കൊടുക്കാന്ന് വിചാരിച്ചു. അപ്പോൾ അതിനു വേണ്ടി എടുത്തിരിക്കുന്ന സാധനമാണ് ഈ അലുമിനിയം ഫാബ്രിക്കേഷൻകാർ ഉപയോഗിക്കുന്ന കബോർഡിനൊക്കെ ഉപയോഗിക്കുന്ന ഒരു ബോർഡാണ്. അപ്പോൾ ഇത് നമുക്ക് ബ്ലേഡ് ആയിരുന്നാലും ഈ ബ്ലേഡ് ഉണ്ടെങ്കിൽ കട്ട ഉണ്ടെങ്കിൽ നമ്മളിത് സ്കെയിൽ വെച്ച് കട്ട് ചെയ്ത് കഴിച്ചിട്ട് നമുക്ക് ഒടിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഒടിച്ചെടുക്കുന്നത് ഇത്തിരി പാടാണ്, നീളം കൂടുതലായതുകൊണ്ട് ഒടിച്ചെടുക്കാൻ പാടാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ കട്ടർ ഉപയോഗിച്ചാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവന് ഇരിക്കേണ്ട ആ സ്പേസ് മാത്രം വീതിക്ക് ഉണ്ട് ഇതുപോലെ വേണ്ട. അപ്പോൾ ഇങ്ങനെ വരിയായിട്ട് ഒരു 5-6 കാറ് നിൽക്കുന്ന രീതിയിൽ നമ്മളിങ്ങനെ തട്ടായിട്ട് ഒരു 5-6 തട്ട് ഉണ്ടാക്കണം. അപ്പോൾ ഈ ഒരു വീതിക്ക് ഈ ഒരു വീതി മാർക്ക് ചെയ്തിരിക്കണം. ഈ ഒരു വീതി മാത്രം മതി ഇവന്. ഈ സൈസിലുള്ള കാറിന് ഈ ഒരു വീതി മതി. അപ്പോൾ ഞാനിത് വരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് കട്ട് ചെയ്തിട്ട് ബാക്കി ഉണ്ടാക്കുന്ന രീതികളൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം. നമ്മൾ ഉണ്ടാക്കി ശീലമില്ല, എന്നാലും ഉണ്ടാക്കാനുള്ളൊരു ശ്രമത്തിലാണ്. അപ്പോൾ ഇതിൻ്റെ സ്റ്റാൻഡുകൾ വാങ്ങിക്കാൻ നോക്കിയപ്പോൾ വില കൂടുതലാണ്. അപ്പോൾ നമ്മളിതൊന്ന് ഉണ്ടാക്കാനുള്ള ശ്രമത്തിലാണ്. അപ്പോൾ ഒരെണ്ണം കട്ട് ചെയ്തു. ഈ ഹോട്ട് വീൽസ് ഇരിക്കാൻ കണക്കാക്കി കട്ട് ചെയ്തു, ഉണ്ടല്ലേ? ഇതിൻ്റെ അടുത്ത എണ്ണം വയ്ക്കും. ഇതിൻ്റെ മുകളിൽ ഇതേപോലെ ഒരു ഈ പൊക്കത്തിന് അടുത്ത അറ വരും. വരുമ്പോൾ അതിൻ്റെ പുറത്തിങ്ങനെ വരും. അതിങ്ങനെ അടിയായിരിക്കും. ഇപ്പോൾ ഷെൽഫിൽ ഇങ്ങനെ വെക്കാനുള്ള ഒരു സെറ്റപ്പാണ് നോക്കുന്നത്. അപ്പോൾ ഇനി ഒരെണ്ണം കട്ട് ചെയ്ത് ഇനി ബാക്കിയും കൂടെ കട്ട് ചെയ്തിട്ട് ബാക്കി നമുക്ക് അതിലോട്ട് പോകാം. ഓക്കെ, എല്ലാ പീസും കട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ 1, 2, 3, 4, 5, 6, 7, 8 എണ്ണം. 8 പീസ് കട്ട് ചെയ്തിട്ടുണ്ട്. 8 പീസാകുമ്പം എത്ര അറ വരും? 1, 2, 3, 4, 5, 6 അറ വരും. 6 അറയുള്ള ഷെൽഫാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇനി ബാക്കി പീസുകളുണ്ട്. സൈഡ് വെക്കാനുള്ള പീസ് കട്ട് ചെയ്യണം. ഇതിൻ്റെ ഇടയ്ക്കുള്ള പീസുകൾ വെക്കാനുള്ള കട്ട് ചെയ്യണം. എന്നാലേ ഇത് ബലക്കുള്ളൂ. ഇത് സൂപ്പർ ഗ്ലൂവിലാണ് ഒട്ടിക്കുന്നത്. സൂപ്പർ ഗ്ലൂവിൽ ഒട്ടിക്കും. സൂപ്പർ ഗ്ലൂവിലേ ഒട്ടുള്ളൂ. ഓക്കെ, പണിയൊക്കെ ഏകദേശമൊക്കെ തീർന്നിരിക്കുകയാണ്. വേണ്ട അതല്ലേ, ഏകദേശമൊക്കെ തീർന്നിരിക്കുകയാണ്. എന്തായാലും ഒരുപാട് സമയമെടുത്തു. കാണിച്ചു തരാം. ഇപ്പോൾ കാണുമ്പോൾ നിസ്സാരമാണെങ്കിലും കുറച്ച് സമയം എടുത്തു. 3-4 കഴിവിൻ്റെ പരമാവധി ഞാൻ നീറ്റായിട്ട് ചെയ്യാൻ നോക്കുകയാണ്. സാധാ സൂപ്പർ ഗ്ലൂവിൽ ഇത് ഒട്ടത്തില്ല കേട്ടോ. ഫ്ലെക്സ് വാങ്ങിക്കുന്ന ഫ്ലെക്സ് ക്യൂക്ക് ഉണ്ട്. 743 എന്ന് പറഞ്ഞാൽ ഫ്ലെക്സുകാർ ഉപയോഗിക്കുന്ന ഗമ്മുണ്ട്. അതിലാണ് ഒട്ടത്തുള്ളൂ.
അതൊരു 5 ലെയർ ഉണ്ടാക്കണം എന്നാണ് വിചാരിച്ചത്. അപ്പോൾ അവസാനത്തെ ഒരെണ്ണം കൂടെ എന്തോട്ടിക്കാം. ഇതും കൂടെ ഒട്ടിച്ചു കഴിഞ്ഞാൽ പാടുള്ള പണി കഴിഞ്ഞു. ഇതാണ് സംഭവം, കണ്ട. അപ്പൊ ജോമോന്റെ കാർ ഷെൽഫ് ശരിയായല്ലേ? എത്ര കാർ വെക്കാം അതില്? 65 കാർ വരെ നമുക്കിതിൽ വെക്കാം. അപ്പൊ ഇനി നമ്മളിത് ഫിറ്റ് ചെയ്യാനുള്ള അപ്പൊ ഇവിടെയാണ് ടിവിയുടെ കുറച്ച് ഈ മോഡല് ഈ ചുമരിലായിട്ടാണ് ഫിറ്റ് ചെയ്ത് നിൽക്കുന്നത്. ഇവിടെ ഹോൾ ഇട്ടിട്ടുണ്ട്, 4 ഹോൾ ഇട്ടിട്ടുണ്ട്. ഇവിടെ ആയിട്ട് ഫിറ്റ് ചെയ്യണം. ബാക്കി ഫിറ്റ് ചെയ്തിട്ട് ഇനി കാറ് ഇതില് വെച്ച് നോക്കണം. അപ്പൊ ഇത് ഫിറ്റ് ചെയ്യാനുള്ള ഫിഷർ 4 ഫിഷറുണ്ട്, സ്ക്രൂ ഉണ്ട്. നമുക്ക് ഫിഷർ കയറ്റാം. ഓക്കെ, അപ്പൊ ഇനി സ്റ്റാൻഡ് എടുത്ത് കയറ്റിയാൽ മതി. അപ്പൊ എന്തെങ്കിലും ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ എന്തെങ്കിലും ഉണ്ടാക്കി കഴിഞ്ഞാൽ ഫിറ്റ് ചെയ്യണം, അപ്പൊ തന്നെ ഫിറ്റ് ചെയ്യണം. ഫിനിഷിംഗ് വർക്കിലെത്തി എത്തിച്ചില്ലെങ്കിൽ ഉറക്കം വരില്ല. അപ്പൊ നമുക്കിതൊന്ന് ഫിറ്റ് ചെയ്യാം. ഓക്കെ, യെസ്. ഓക്കെ, സക്സസ്. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് ഇതില് കാറ് വെക്കണം. അതിനു മുമ്പ് ഇതൊന്ന് തുടയ്ക്കണം. നമ്മൾ കട്ട് ചെയ്തതിന്റെ പൊടിയൊക്കെ ഇതിലുണ്ട്, ഇതൊന്ന് തുടയ്ക്കണം. ഓക്കെ, ഇനി കാറ് വെക്കുന്ന വീഡിയോ. ജോമോന്റെ കാറുകളെല്ലാം വാങ്ങിച്ച കാറുകളെല്ലാം ഇതിന്റെ അകത്താണ് കിടക്കുന്നത്. അപ്പൊ വെക്കാൻ സ്ഥലം ഇല്ലാത്തതുകൊണ്ട് വാരി വെച്ചിരിക്കുകയായിരുന്നു. അപ്പൊ ഇതില് 2 ടൈപ്പ് കാറുണ്ട്. വലിയ ടൈപ്പ് അല്ലടാ, 4 വീൽസിന്റെ ഹോട്ട് വീൽസിന്റെ വലിയ ടൈപ്പും ചെറിയ ടൈപ്പും. ഇവിടെ തട്ട് പതുക്കെ തട്ടണം. ഇത് ഒരേ ഇത് ഒരേ സെയിം അപ്പൊ ഇതെല്ലാം വാരി വെക്കാം. എന്റെ സ്പീക്കർ
നമ്മൾ ഇനി ഗ്യാപ്പുള്ള സ്ഥലത്ത് ഈ ഗ്യാപ്പുള്ള സ്ഥലത്ത് നമ്മൾ ഫില്ല് ചെയ്യാൻ പോയത്. നമ്മൾ ഇനി വാങ്ങിക്കല്ലേ. അപ്പോൾ ഇനി ഈ വലിയ കാർ എടുത്ത് കാണിക്കേ. വലിയ കാർ, ഇതാണ് എന്റെ വലിയ കാറ്. വലിയ ഹോട്ട് വീൽസ് ഇതാണ്. ഇതിന് നമ്മൾ അടുത്ത സ്റ്റാൻഡ് ഉണ്ടാക്കും. അടുത്ത ഷെൽഫ് ഉണ്ടാക്കും അല്ലേ? അതെവിടെ വയ്ക്കും? അതിന്റെ മേളിലല്ലെങ്കിൽ ഇപ്പുറത്ത് വയ്ക്കും അല്ലേ? ഓക്കെ, എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ. Bye.